92 സങ്കീർത്തനത്തെ 7 വാക്യം 12 വാക്യം വായിക്കണം. Psalms 92. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. 12. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. നമ്മൾ എത്ര നാൾ കേട്ടേക്കുന്ന ദുഷ്ടം പന പോലെ വളർത്തള്ളിക്ക് തഴയ്ക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ വചനം പറയും ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്നല്ല, നീതിമാൻ പന പോലെ തഴയ്ക്കും, ദേവദാരു പോലെ വളരുമെന്നാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ പലപ്പോഴും, ഞാനും ഒക്കെ പലപ്പോഴും പറയും ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. ഹല്ലേലൂയ. കാരണം ഇത് നമ്മളെപ്പോഴോ പണ്ടെവിടെ കേട്ട് ശീലിച്ചതുപോലെ ഉള്ളൊരു വാക്യമാണ്. പക്ഷേ അവിടെ പറയുന്ന ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെ തഴയ്ക്ക് എന്നേക്കും നശിച്ചു പോകണം. അപ്പൊ ദുഷ്ടന്മാർ എങ്ങനെയാണ് മുളയ്ക്കുക? പുല്ല് പോലെ. പുല്ലെങ്ങനെയാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? ഒരു മഴ പെയ്ത ഒരു 1-2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ മുറ്റം മൊത്തം പുല്ല് വിളിക്കുക അല്ലേ? ഹല്ലേലൂയ. അത് ഇങ്ങനെ തഴച്ചിങ്ങനെ വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് വെട്ടിക്കൂട്ടി നമ്മളെ വലിയ മരത്തിന്റെ ഒക്കെ ചുവട്ടി വളമായിട്ടിടും അല്ലേ? പെട്ടെന്നായിരിക്കും ഒരു വളർച്ച. നമ്മൾ നോക്കുമ്പം ഹല്ലേലൂയ അതിങ്ങനെ തഴച്ച് നിൽക്കുന്നതിനൊക്കെ തോന്നും. പക്ഷേ ഇത് ആമേൻ അധികം നാൾ നിൽക്കത്തില്ല. ഹല്ലേലൂയ. അത് കുറച്ച് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദൈവമേ ഇവരൊക്കെ ഇത്രയും നീതികേട് പ്രവർത്തിച്ചിട്ട് ദുഷ്ടത കാണിച്ചിട്ട് ഇവർക്കൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ, ഇവരൊക്കെ കണ്ടില്ലേ വളർന്ന് വളർന്ന് വരുന്നതെന്ന്. പക്ഷേ ആമേൻ നമ്മുടെ വളർച്ച വളരെ പതുക്കെയായിരിക്കും. കാരണം വെച്ചാൽ പന വളരുന്നത് പയ്യെ പതുക്കെ. ലബാനോൻ ദേവദാരുക്കെ ഏറ്റവും ബലമുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മരമാണ്. അതൊക്കെ എത്ര വർഷങ്ങളുടെ ഹല്ലേലൂയ കാലാവധി, അതിനൊക്കെ എത്ര വർഷത്തെ ആയുസ്സുണ്ടെന്ന് ഹല്ലേലൂയ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഹല്ലേലൂയ. അത് വളർന്ന് പക്ഷെ പെട്ടെന്ന് അങ്ങ് കൂട് മുളയ്ക്കുന്ന കണക്ക് പുല്ല് വളയ്ക്കുന്ന കണക്കൊന്നും വളർന്നു വരത്തില്ല. പക്ഷെ വളർച്ച ഇച്ചിരി പയ്യാണെങ്കിലും അത് എന്നേക്കും ഹല്ലേലൂയ അതുപോലെ വർഷങ്ങളോളം നിൽക്കുന്ന, അതുപോലെ ഭയങ്കര സ്ട്രോങ് ആണ്. ഹല്ലേലൂയ. ആമേൻ. നീതിമാൻ പന പോലെ തെക്കിൻ ലബാല ദേവദാരു പോലെ വളരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പനയൊക്കെ അത്ര 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് നശിച്ചു പോകത്തില്ല. കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. അതായത് അപ്പം നമ്മൾ ആരാണ്? നീതിമാന്മാരാണല്ലേ? അപ്പൊ നമ്മുടെയൊക്കെ വളർച്ച ഇച്ചിരി പയ്യായിരിക്കും. കുറച്ച് വേദനയൊക്കെ ഉണ്ടാകും, ചെറിയ പെയിനൊക്കെ ഉണ്ടാകും. പക്ഷേങ്കില് അല്ലെ വളർന്നു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ പെട്ടെന്ന് ആർക്കും അങ്ങ് നശിപ്പിച്ച് കളയാനോ വെട്ടിമാറ്റാനോ ഉണക്കി കളയാനോ ഒന്നും പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ദുഷ്ടന്മാരുടെ വളർച്ച കണ്ടിട്ട് അവർ പുല്ലുപോലെ വളർന്നു വരുന്നതൊക്കെ കണ്ട് നമ്മൾ ഭയപ്പെടുകയൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എവിടെ എത്തുമെന്ന് വെച്ചാൽ ഇതിന്റെ പനയുടെ കാൽച്ചുവട്ട് അല്ലെങ്കിൽ ദേവദാരുവിന്റെ കാൽച്ചുവട്ട് അല്ലെങ്കിൽ വലിയ വലിയ മരങ്ങളുടെയൊക്കെ കാൽച്ചുവട്ടിലേക്ക് എത്തുന്ന ആ കാൽച്ചുവട്ടിലേക്ക് എത്തിക്കോളും. അപ്പൊ ഇന്ന് അവര് നമ്മളെ നോക്കിയിട്ട് പരിഹസിക്കുന്നുണ്ടാവും, ഹാലയിൽ നമ്മളെ നിന്ദിക്കുന്നുണ്ടാവും. നമ്മളെ നോക്കി പുച്ഛത്തോട്ട് കണ്ട ഒരു പച്ചപ്പും ഇല്ല. അയ്യോ ഇത് കണ്ട ചവിട്ടിന്ന് ഒരു മുള പോലും കാണാനില്ല. കുറേ നാളായി വെള്ളം ഒഴിക്കാൻ തുടങ്ങി, കുറേ നാളായി വളവിടാൻ തുടങ്ങി, പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ. ഞങ്ങളെ നോക്കുക, ഞങ്ങൾ നല്ല പച്ച കളറിലല്ല വളർന്ന് ഹല്ലേലൂയ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കണം, പറമ്പ് മൊത്തം ഞങ്ങൾ നിറഞ്ഞു നിൽക്കുകയെന്ന് പറയും നമ്മളെ നോക്കിയിട്ട്. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ പറയും പലരും നമ്മളെ നോക്കിയിട്ട് പരിഹസിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു വളർച്ചയില്ല, ഒരനക്കവും ഇല്ല. ഇത് ഇനി വളരുവോന്ന് പോലും അറിയത്തില്ല. ഒരു മുള പോലും ഇതുവരെ പൊട്ടിയിട്ടില്ല. കുറെ നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, കുറെ നാളായി ഉപവസിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഒരനക്കവും ഇല്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പം നമുക്കൊക്കെ ഒരനക്കവും ഇല്ലാന്നുള്ളത്. കാരണം ചില സമയത്ത് നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്, കർത്താവേ എന്തൊക്കെ ചെയ്തിട്ടും ഒരനക്കവും ഇല്ലല്ലോ, ഒരു മാറ്റവും ഇല്ലല്ലോ. അങ്ങോട്ട് നോക്കിയിട്ട് പോലെ ഒന്നും കാണാനില്ലല്ലോ, പ്രതീക്ഷയുള്ള ഒന്നും കാണുന്നില്ലല്ലോ, ഒരു നാമ്പ് പോലും പൊട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് അടുത്ത പറയുന്ന നീതിമാന്റെ പന പോലെ തെക്ക് ലെബാനിലെ ദേവദാരു വളരെ അവൻ വായിച്ചതായിട്ട് 13, 14, 15 വായിക്കും. സർവസ്വം മ്യൂട്ടാണേ. മ്യൂട്ട് മാറ്റാൻ. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവൻ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ,
അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ യഹോവയുടെ ആലയത്തിൽ നടുതലയായവൻ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. അപ്പം നമ്മള് ദൈവത്തിന്റെ ആലയത്തിന് നടുതല അപ്പൊ പ്രാകാരങ്ങളിലൊക്കെ ഇങ്ങനെ തഴച്ചുകൊണ്ടേയിരിക്കും. അടുത്ത് പറയുന്നേ, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പൊ പ്രായമായാലും ഹല്ലേലൂയ, എന്താ നീതിമാൻ, ഹല്ലേലൂയ, അല്ലെ പന പോലെ വളരുന്ന നീതിമാൻ എപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ 1 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, 5 വർഷം കൊണ്ട്, 10 വർഷം കൊണ്ട് ഒന്നും ഉണങ്ങി പോകത്തില്ല. ഇത് വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടേ 100 വർഷങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണാം നമുക്ക് പനയൊക്കെ. ഹല്ലേലൂയ. അപ്പം അവിടെ അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുന്നത്, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. വാർദ്ധക്യത്തില് ഉണങ്ങി വരണ്ട് തളർന്നു കുത്തി കിടക്കുന്നതല്ല പറയുന്നത്, അവര് പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. എന്നിട്ട് അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അപ്പൊ യഹോവയാം ദൈവം നേരുള്ള പാറയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നീതിമാനാണ്. അവൻ നേരോടെ സകലത്തെയും കാണുന്നു. നമ്മൾ എന്താണ് എന്ന് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളങ്ങളെ, നമ്മളെപ്പോഴും പറയും, ഉള്ളങ്ങൾ ഉള്ളതുപോലെ അറിയും. നമ്മുടെ ചിന്താ മണ്ഡലം പോലും ശോധന ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ എന്താണ് അടുത്ത നിമിഷം പറയാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്നത്, ആലോചിക്കാൻ പോകുന്നത്, ഹല്ലേലൂയ, പ്രവർത്തിക്കാൻ പോകുന്നത്, ഇതെല്ലാം ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ആ നീതി, അവൻ എന്റെ പാറ, അവന് നീതികേടില്ല എന്ന് കാണിക്കുക. അപ്പൊ ദൈവം നമ്മളോട് പെരുമാറുന്നത് മനുഷ്യന്റെ ഊഹാപോഹങ്ങൾക്കനുസരിച്ചല്ല, പുറമേ കാണുന്നത് അനുസരിച്ചുമല്ല. മനുഷ്യൻ നമ്മളോട് എങ്ങനെ ഒരാൾ നമ്മൾ വിലയിരുത്തുന്ന നോക്കിയിട്ടുമല്ല. ദൈവം ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കണ്ടാണ് ഓരോ കാര്യങ്ങൾ ദൈവം ന്യായം പാലിക്കുന്ന, നീതി പ്രവർത്തിക്കുന്നത്. ആ ന്യായാധിപന്റെ വിധി കടന്നു വരുന്നത് നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച് തന്നെയാണ്. പുറമേ കാണുന്നത് മനുഷ്യനെ പറ്റിക്കാൻ പുറമേ കാണിച്ച് പലതും. ഞാൻ എന്ന് പറഞ്ഞിട്ട് ദൈവം എന്നോട് പറഞ്ഞത്, നീ പുറമേ കണ്ട് മനസ്സിലിരുന്ന്, ഞാൻ അവരുടെ അകം കണ്ട് മനസ്സിൽ. ഇതാണ് ദൈവവും മനുഷ്യരും നമ്മൾ വ്യത്യാസം. നമ്മൾ പലപ്പോഴും മറ്റ് പല മനുഷ്യരെയും നമ്മൾ വിലയിരുത്തുന്നതും, നമ്മൾ അവരെ എന്താണെന്ന് അറിയുന്ന അവരുടെ സംസാരത്തിൽ നിന്ന്, അവരുടെ പ്രവൃത്തിയിൽ നിന്നൊക്കെയാണ്. പക്ഷേ ദൈവം ഇതൊന്നുമല്ല, അവരുടെ ഹൃദയ വിചാരങ്ങളെ പോലും ശോധന ചെയ്തിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത്. അല്ലേ? ദൈവത്തെ പറ്റിക്കാൻ പറ്റുമോ? ഇല്ല. കുറെ നാളൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞും എന്തെങ്കിലുമൊക്കെ കാണിച്ചും, അല്ലെങ്കിൽ നമ്മളെ ആക്ടിങ് ഒക്കെ ചെയ്തൊക്കെ പറ്റും. പക്ഷേല് ദൈവത്തിൻ്റെ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. കാരണം ആ ദൈവം നീതിയുള്ള പാറയാണ്. നേരുള്ളവനാണ്. ആ ദൈവം നേരുള്ളവരാണ്. ദൈവം നേരുള്ളവരോട് എപ്പോഴും കരുണ കാണിക്കുന്നവൻ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യരുടെ വിചാരങ്ങളെ ദൈവം അറിയുന്നു. മനുഷ്യരുടെ വിചാരങ്ങളൊക്കെ മായ എന്ന് യഹോവ അറിയുന്നു. ഹല്ലേലൂയ. അതുപോലെ ഈ ലോകം പലപ്പോഴും നമ്മളെ മോഹിപ്പിക്കും. നമ്മളെ ശലോമോൻ എഴുതി വെച്ച സർവത്ര മായയാണ്. എന്താ മായ എന്ന് വെച്ചാ അതൊരു തോന്നൽ മാത്രമാണ്. ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഈ ലോകം അങ്ങനെയാ കാണിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല കാണിക്കുന്നത്. എല്ലാവരും മിക്ക ആൾക്കാരും ഇന്ന് പോകുന്ന പലതിൻ്റെയും പിന്നാലെ അട്രാക്റ്റഡ് ആയിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ അവരോട് ചോദിച്ചാൽ അവർക്കൊന്നും പറയാൻ പോലും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇതിനൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പോലും ഇല്ലാത്ത പലതിൻ്റെയും പിന്നാലെ ആൾക്കാർ ഓടുന്നുണ്ടെന്ന്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലിപ്പം കഴിഞ്ഞ ദിവസം ലോകകപ്പ് നേടിക്കൊണ്ട് വന്ന ക്രിക്കറ്റ്, എന്തുമാത്രം ആൾക്കാർ ആരാധകരായിട്ട് എന്തെല്ലാം അവിടെ കാട്ടിക്കൂട്ടുന്ന കിടന്നിട്ട്. ഇവരൊക്കെ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല. നാളെ ഇതുകൊണ്ട് ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു കുടുംബത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ഇത്രയും ആഘോഷങ്ങൾ, ഇത്രയും കോടിക്കണക്കിന് രൂപയും കൊടുക്കുന്നത് ഇവരുടെയും കൂടെ പോക്കറ്റിൽ നിന്നാന്ന് പോലും ഇവർ മനസ്സിലാക്കുന്നില്ല. അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉള്ള കരമായിട്ട് കൊടുക്കുന്നതും ടാക്സ് ആയിട്ട് കൊടുക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ ശരിക്കും പറയും ഇതൊക്കെ എടുത്ത് ഇവർക്ക് കോടിക്കണക്കിന് പ്രതിഫലം കൊടുക്കുന്നത്? ആണ്. ഹല്ലേലൂയ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇപ്പൊ വലിയ കട്ടൗട്ട് വെക്കാനും ജയ് വിളിക്കാനും പോസ്റ്റർ അടിക്കാനും ഇതിന്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാർക്ക് 10 പൈസയുടെ ഉപകാരം ഉണ്ട് അതുകൊണ്ട്? ഇല്ല. കാരണം പക്ഷെ ജനം അത് മനസ്സിലാക്കുന്നില്ല.
ഫാൻസ് അസോസിയേഷൻ, അത് ഇത് മറ്റേ മറിച്ചത് എന്നൊക്കെ പറയും. പതിസമയത്ത് ഞാൻ പറയാം, കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു ഹാലയിൽ ഇതെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് രക്ഷയുടെ സന്തോഷമെങ്കിലും ലഭിക്കുമായിരുന്നു, അത് നിത്യതയെങ്കിലും ലഭിക്കുകയാണ് ഹാലയിൽ. ഇത് കൊണ്ട് വല്ല പ്രയോജനമില്ല. പക്ഷെ ഇന്നും മനുഷ്യർ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഒത്തിരി പാസ്റ്റേഴ്സ് പോലും ഹാല ഇതിനൊക്കെ ഹാല ഭയങ്കര പ്രൊമോഷനാണ്, ഹാല സ്റ്റാറ്റസ് ഇടാനും മറ്റു മറിച്ചൊക്കെ ആയിട്ട് ഹാല നമ്മൾ കാണുന്നു ഒത്തിരി ആൾക്കാർ ഹാല ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട്. പക്ഷേ ഞാൻ പറയും, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഹാലയിൽ അവരുടെ ബുദ്ധി പോലും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള. കാരണം ഇതുകൊണ്ട് ഇത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ക്രേസും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന, ഇതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഹാലയിൽ വിശ്വാസിയാണെങ്കിൽ ഒരാളുടെ ജീവിതത്തെ ഹാലി എവിടെയെങ്കിലും ഇത് സ്വാധീനിക്കുന്നുണ്ടോ? അവരുടെ വിശ്വാസ ജീവിതത്തെ എവിടെയെങ്കിലും ഒരു ഉപകാരം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടോ? അതാണ് പുരുഷലോകം പറയുന്നത്, സർവത്ര മായ. ഇതൊക്കെ ഒരു മായ, ഇതൊക്കെ ഒരു തോന്നലാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഭയങ്കര സന്തോഷം ലഭിക്കുന്നു, ഇതുകൊണ്ട് ഭയങ്കര ആവേശം ലഭിക്കുന്നു എന്നൊക്കെ ഇതൊരു തോന്നലാണ് ഹാലിൽ, അല്ലാണ്ട് ഇതിനകത്ത് യാഥാർത്ഥ്യമൊന്നുമില്ല. മണിക്കൂറുകളിൽ ഹാലെ നമ്മൾ കാണുന്ന പലതിൻ്റെയും പിന്നാലെ ആൾക്കാർ മണിക്കൂറുകൾ ഏത് വെയിലാണെങ്കിലും ഏത് മഴയാണെങ്കിലും എത്ര ചൂടാണെങ്കിലും ഹാലിലെ ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കും, ലോകക്കാർ. ഇത് കാശ് കൊടുത്തു വാങ്ങിക്കുടിച്ച് സ്വന്തം ആരോഗ്യം കളഞ്ഞ് കുടുംബസമാധാനം കളഞ്ഞ് ഹല്ലേലൂയ എന്ന ഇവർക്ക് ഒരു ചിന്തിക്കാനുള്ള ബുദ്ധി ഇവരുടെ തലയിലുണ്ടോ? ഞാൻ പോയി ഇത്ര മണിക്കൂർ ഞാൻ ജോലിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും കൊണ്ട് ഇത്ര മണിക്കൂർ പോയി ക്യൂ നിന്ന് ഇത് വാങ്ങിക്കൊണ്ട് കുടിച്ചത് കൊണ്ട് എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ ശരീരത്തിനോ എനിക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇത് നമുക്ക് ഉപദ്രവമല്ലാതെ ഇത് ഉപകാരമൊന്നും ചെയ്യുന്നില്ല. ചിന്തിക്കാനുള്ള ആർക്കെങ്കിലും ഒരു തലയ്ക്കകത്ത് ആള് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവരുടെ ചിന്ത മൊത്തം ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നേടിയെന്ന. ഇതാണ് മായയാണെന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ചിന്തകൾ. അപ്പൊ നമ്മുടെ ചിന്തയിൽ തന്നെ കയറി ചില ചിന്താമണ്ഡലത്തിൽ നമുക്ക് കയറി വരുന്നുണ്ട്, അയ്യോ അതിങ്ങനെ അതെങ്ങനെ, ആകുല ചിന്തകളൊക്കെ ദൈവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആയുസിന്റെ ഹാലയിൽ ഒരു മുഴ നീട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റത്തില്ല, നമ്മുടെ തലയിൽ ഒരു മുടി വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നമുക്ക് പറ്റത്തില്ല. ഇതെല്ലാം ദൈവം പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മളും ഇടയ്ക്ക് മായയിൽ പെട്ടുപോകും. കാരണം നമ്മളിരുന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മളിരുന്ന് ആകുലപ്പെടും, നമ്മളിരുന്ന് പരാതി പറയും, പരിപ്പോ പറയും, പിഴവൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരും വെറുതെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അറിയാണ്ട് ദൈവമക്കളാണെങ്കിൽ ഒരു നന്മ പോലും നമ്മുടെ കയ്യിലത് വരുത്തില്ല. ദൈവം അറിയാണ്ട് വരത്തില്ല, ദൈവം അറിയാണ്ട് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയില്ല. ഹല്ലേലൂയ. ഇത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ആകുല. പക്ഷെ ഞാനും പറയുന്നതിലൊക്കെ ഇച്ചിരി ആകുലപ്പെട്ട ആളാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയാം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നതിന് ഷെയർ ചെയ്യണം. കാരണം ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ദൈവ മക്കളാണെങ്കിൽ ദൈവം പെർമിറ്റ് ചെയ്യാതെ, ദൈവം അനുവദിക്കാതെ നമുക്ക് ആരും ഒന്നും തരത്തില്ലെന്നേ. ഇപ്പൊ നമ്മുടെ വെപ്രാളത്തിൽ കയറി നമ്മൾ വല്ലോടൊക്കെ പോയി ചോദിച്ചെന്നിരുന്നോട്ടെ, പക്ഷെ തരത്തില്ല. കാരണം ദൈവം പറയാണ്ട്, ദൈവം അനുവദിക്കാണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരും ഒന്നും ചെയ്യത്തില്ല. ദൈവം അനുവദിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുക പോലും വേണ്ട, നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് യെശയ്യാപ്രവാചകൻ 27-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. യഹോവയെ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും എന്നെ തൊടാതിരിക്കണം, ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവം ആണ് നമ്മളെ സൂക്ഷിക്കുന്നത്. ദൈവമാണ് രാവും പകലും അതിനെ സൂക്ഷിക്കുക. എന്നിട്ട് ആരും തൊടാതിരിക്കേണ്ടതിന് എന്താ പറയാ? ഞാനതിനെ സൂക്ഷിക്കുക. അതുപോലെ പറയാ, അതിനെ സൂക്ഷിക്കുക, ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും. അപ്പൊ നനയ്ക്കുക വെച്ചാൽ, ക്ഷണം പ്രതി നനയ്ക്കുന്നതിന് വെച്ചാൽ ഇത് വാടിപ്പോകല്, ഇത് നശിച്ചു പോകരുത്. ഇതിനെല്ലാം ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര കഷ്ടതയിൽ കൂടെ പോയാലും, എത്ര ബുദ്ധിമുട്ടിൽ കൂടെ പോകുമ്പോഴും നമ്മൾ നിലനിന്ന് പോകാൻ വേണ്ടതെല്ലാം ദൈവം അപ്പൊ നനച്ചുകൊണ്ടേയിരിക്കും. കാരണം ദൈവത്തിൻ്റെ ഇത് എവിടെയെങ്കിലും വാട്ടം സംഭവിക്കുമോ എന്നുള്ളത്, എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിക്കുമോ എന്നുള്ളത്, അവിടെ എല്ലാം ദൈവം എന്ന് വെച്ചാൽ ക്ഷണം പ്രതി അവിടെ പറയുന്നത്, യഹോവയെ ഞാനതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും. അപ്പൊ എപ്പോഴൊക്കെയാണോ പിന്നെ അവിടെ ആ സമയത്തെല്ലാം ദൈവം അതിനെ നനച്ചു കൊടുക്കും. നമ്മളൊരു ചെടി വെച്ചാൽ എങ്ങനെയാ സാറാമ്മ സിസ്റ്റർ നമുക്ക് മയക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ മറന്നു പോകല്ലേ പലപ്പോഴും. പക്ഷേ ഒഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഒഴിക്കും. എന്നിട്ട് രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും നേരത്തെ ഒഴിക്കും. പക്ഷെ ദൈവയുടെ ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കുമെന്ന് പറഞ്ഞേക്കുന്നത്.
എപ്പോഴൊക്കെ ആ ചെടിക്ക് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നനയ്ക്കുന്ന പോലെ നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുന്നത് ആരും തൊടാതിരിക്കേണ്ടത് ഞാൻ രാവും പകലും സൂക്ഷിക്കുക. അപ്പൊ മറ്റാരും അത് തൊടാതിരിക്കും. ദൈവത്തിന്റെ സഭയെ ദൈവം കെട്ടിയടച്ച മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ തുറന്നിട്ടിരിക്കുന്ന ആർക്കുകളിലും കയറാമെന്നല്ല പറഞ്ഞു. ഇവിടെ അതുപോലെ ആരും തൊടാതിരിക്കേണ്ടത് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ചെടി വെച്ചാൽ പലപ്പോഴും വന്നാക്കുമ്പോൾ പല പൂച്ച കയറി മാന്തി, പട്ടി കയറി മാന്തി, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടെ കയറി ഇതൊക്കെ പോകുന്നു. പക്ഷെ എന്നുവെച്ചാൽ നമ്മളതിന് ക്ഷണം പ്രതി ആരും തൊടാതിരിക്കും, ക്ഷണം പ്രതി സൂക്ഷിക്കുന്നൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മുടെ ബാൽക്കണി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ പ്രാവ് കയറിയിരുന്ന മൊത്തം നിരക്ക് അത് കൊത്തി പറിച്ച് ദൂരെ ഇട്ടേക്കുന്നത് കാണാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സൂക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ കണ്ണ് എപ്പോഴും അതിനകത്താണ്. രാവും പകലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം, ആരും ഒന്നും ചെയ്തുകൊണ്ട് പോകത്തില്ല. ഇതാണ് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേളിൽ. അപ്പൊ ദൈവത്തിന്റെ കരുതൽ ഇങ്ങനെയാണ്. ദൈവം നമ്മളെ എങ്ങനെയാണ് നോക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും പറയണം, കർത്താവേ നീ എന്നെ കാണുന്നില്ലേ, നോക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ, അറിയുന്നില്ലേ? എത്രത്തോളം ദൈവത്തിന്റെ പ്രിവിലേജ് എത്രത്തോളം വലുതാ മനുഷ്യരിലുള്ള. ഹല്ലേലൂയ. അപ്പൊ പാട്ട് പറയുമ്പോൾ പറയാം, ആകുല ചിന്തകൾ നിറയില്ല, ഭാരങ്ങൾ ഓർത്തിനി കരയില്ല. ഇത്തിരി കഴിയുന്നുണ്ട് നോക്കിക്കോണം, ഒരു കാര്യം അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് സംസാരം അല്ല എന്തെങ്കിലും കാര്യം നമ്മൾ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ വരികയാണെങ്കിൽ അപ്പൊ അവിടുന്ന് കരയും. എന്നിട്ട് ഹല്ലേലൂയ കർത്താവേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് നിലവിളിക്കും. കാരണം ഇതാണ് നമ്മുടെ സ്വഭാവം. നമ്മൾ പാടുകയും ചെയ്യും, വചനം വായിക്കുകയും ചെയ്യും, വചനം പ്രസംഗിക്കുകയും ചെയ്യും, വചനം കേൾക്കുകയും ചെയ്യും. അടുത്ത നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വന്ന് നമ്മളിന്ന് കരയുകയും ചെയ്യും, ദൈവത്തോട് പരാതിയും പറയും, പരിഭവം പറയും, പിറുപിറുക്കുകയും ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമ്മുടെ ദൈവം നമുക്ക് തരുന്ന പ്രിവിലേജ് എന്ന്, ദൈവം നമുക്ക് തരുന്ന സംരക്ഷണം എന്താണ്, ദൈവം നമുക്ക് തരുന്ന സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ചിന്ത മൊത്തം നമ്മൾ കാണുന്ന മണ്ഡലത്തെ നമ്മൾ കാണുന്ന നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എപ്പോഴും ഞാൻ നേരത്തെ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് ഹാപ്പൻസും, സംഭവിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന അത് ദുഃഖവുമായിട്ട് മാറുമ്പോൾ, പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് സന്തോഷിക്കുന്നതിന്റെ ഹൃദയത്തിൽ ദൈവം തരുന്നത് ഹാപ്പിനെസ് അല്ല, അത് ജോയിയാണ്. അത് ഒരിക്കലും ആർക്കും എടുത്തു മാറ്റാൻ പറ്റത്തില്ല, അത് സ്ഥിരമായി നിൽക്കുന്നതാണ്. അപ്പൊ ആ ജോയിയിലേക്ക് നമ്മൾ കടന്നില്ലെങ്കിൽ നമുക്ക് ഇബ്രാഹിം ലേഖൻ പറയുന്നത്, അവരും നിങ്ങളെപ്പോലെ സത്വർത്താനം കേട്ടു, പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്കത് ഉപകാരമായി തീർന്നില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ കേൾക്കുന്നത് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് ഉപകാരമായി വരികയുള്ളൂ. അത് ഉപകാരമായി വരണമെന്ന വിശ്വാസത്താൽ നമ്മൾ അതിനെ സ്വീകരിക്കണം. അപ്പൊ പലപ്പോഴും നമ്മൾ വാഗ്ദത്തങ്ങൾ കേൾക്കുന്നു, ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, വചനം തന്നെയാണ് നമ്മുടെ വാഗ്ദത്തങ്ങൾ, പക്ഷേ നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്കത് ഉപകാരമായി വരത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും സന്തോഷം വരത്തില്ല. നമ്മളപ്പം ദുഷ്ടന്റെ പുല്ല് പോലെ വളർന്ന് ദുഷ്ടനെയൊക്കെ നോക്കണ്ട, അയ്യോ കണ്ടോ ദുഷ്ടൻ കണ്ടോ ഇത്രയും വളർന്ന് നിൽക്കുന്ന, അതിങ്ങനെ താമയും താഴ്ച വളർന്നുകൊണ്ടിരിക്കുക, നമ്മൾ മാത്രമേ ഉണങ്ങിയിരിക്കാന്ന് പറയും. പക്ഷെ നമ്മൾ ഉണങ്ങിയിരിക്കുന്നവരല്ല. നമ്മൾ ദൈവം നമ്മളെ പന പോലെ വളർത്തും. ലബാനിലെ ദേവദാരു പോലെ ആയിത്തീരും. ദൈവത്തിന്റെ ആലയത്തിന് നടുതലയായ തീരും നമ്മൾ. ഇതിനൊക്കെ വേണ്ടി ദൈവം നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ദൈവത്തിന്റെ പകൽ അനീതി ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളുടെ കണ്ണുനീരും ദൈവസന്നിധിയിലുള്ള സമർപ്പണവും ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതും ഒക്കെ ദൈവം കാണാതിരിക്കത്തില്ല. ദൈവം എപ്പോഴും 24 മണിക്കൂർ രാവും പകലും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ക്ഷണം പ്രതി നമ്മളെ നനയ്ക്കുന്ന ദൈവമാണ്. രാവും പകലും നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ പക്കല നമ്മൾ നിൽക്കുന്നതെന്നല്ല, ഉറപ്പോട് ധൈര്യത്തോട് നിൽക്കുക. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.